السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉസൂലി സഅദത്തി സൗജിയ മിന സുന്നത്തി നബവിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ് ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം ഈ കാലഘട്ടത്തിൽ പല ആളുകളും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദീൻ പഠനം എന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ ദീൻ ദിവസവും പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. കാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ദീൻ പഠിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞിട്ടില്ല, പണ്ഡിതനാകണമെന്നോ അതല്ലെങ്കിൽ ഇത്ര അറിവ് ലഭിച്ചാലേ സ്വർഗത്തിൽ പോകും എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് പറഞ്ഞ കാര്യം എന്താണ്, ദീൻ പഠിക്കാൻ വേണ്ടി നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ടാവുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കുക എന്നുള്ളത് എന്താണ്, ദീൻ പഠനത്തിൽ പെടും. ഒരു ഹദീസ് പഠിക്കുക എന്നുള്ളത് എന്താണ്, ദീൻ പഠനത്തിൽ പെടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം, അഥവാ അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, ചില സമയങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് എന്താണ് ഇരട്ടി പ്രതിഫലം ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ അവഗണിച്ച് കളയുന്ന കാര്യങ്ങൾ. അപ്പോൾ അള്ളാഹിന് ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ മാറിയിരിക്കാൻ ദിവസവും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മളതിൽ അൽഹംദുലില്ലാ 26ഓളം അടിസ്ഥാനങ്ങൾ, അഥവാ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന, സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു 26ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അൽ-അസ്ലു സാബിഅ വൽ 27ാമത്തെ അടിസ്ഥാനമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്ന കാര്യം, ദുആഉ സൗജൈനി ബഅദിഹിം ലിബഅദ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദുആഉ മിൻ അസ്മാ അൽ ഇബാദാത്ത്. ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു ഇബാദത്താണ് ദുആ ചെയ്യുക എന്നുള്ളത്. ഒരാൾ പോലും ദുആ ചെയ്യുന്നതിനെ തൊട്ട് ധന്യരായിട്ടില്ല. അഥവാ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് നമ്മൾ അല്ലെ. അള്ളാഹു പറഞ്ഞതുപോലെ അൻസുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആവശ്യക്കാർ നമ്മളാണ്. വല്ലാഹു ഗനി, അള്ളാഹു എന്താണ്, ധന്യനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തത്തിന് വേണ്ടിയും മറ്റുള്ള ആളുകൾക്കും വേണ്ടിയും ഒരുത്തൻ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം എന്നുള്ളതാണ്. പല ആളുകളും പറഞ്ഞതുപോലെ എന്താണ്, ഒരുവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ദുആ എന്നുള്ളത്. നമ്മൾ എടുത്തു നോക്കിയാൽ അമ്പിയാക്കന്മാരുടെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ദുആ ചെയ്യാത്തതായ ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ. കാരണം നിങ്ങൾ എടുത്തു നോക്ക്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് ആദ്യം എടുത്തു നോക്കാം. അവിടുന്ന് എന്താണ് പ്രാർത്ഥിച്ചത്, മുന്നിൽ കടലാണ്, പിറകിൽ ഫിർഔനും അവന്റെ കിങ്കരന്മാരും. അവിടുന്ന് എന്ത് ചെയ്തില്ല, ഒരിക്കലും പ്രാർത്ഥന കൈവിട്ടില്ല, അല്ലെങ്കിൽ റബ്ബിലുള്ള പ്രതീക്ഷ കൈവിട്ടില്ല, അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പല നബിമാരും, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുന്ന് വർഷങ്ങളോളം എന്ത് ചെയ്യാണ്, രോഗിയാണ്, എന്നിട്ടും അവിടുന്ന് ദുആ കൈവിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് വലിയ ഇബാദത്താണ്. എന്നാൽ വമിൻ അഖറബിൻ നാസി ലിൽ ഇൻസാനി ബഅദ വാലിദൈഹി ശരീകുഹു ഫിൽ ഹയാ. ഒരുവൻ അടുത്തയാളാരാണ്, അവൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ജനങ്ങളിൽ വെച്ച് ഒരുത്തൻ്റെ അടുത്തയാളാരാണ്, അവൻ്റെ ഭാര്യയാണ്. അവൻ്റെ ജീവിതത്തിൽ അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഹുവ സിലാഹുൻ യഗ്ഫുലു അൻഹു കസീറുൻ മിനൻ നാസ്. അതൊരു ആയുധമാണ്. പക്ഷേ പല ആളുകളും എന്താണ്, അതിനെ തൊട്ട് എന്തായിട്ടുണ്ട്, അശ്രദ്ധയിലായി പോയിട്ടുണ്ട്. പല ആളുകളും, നമ്മൾ തന്നെ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക, നമ്മൾ അവസാനമായിട്ട് ദുആ ചെയ്തത് എപ്പോഴാണ് എന്ന് സത്യസന്ധമായിട്ട് സ്വന്തത്തോട് ഓരോ ആളുകളും ചോദിക്കുക. സ്വന്തത്തിന് വേണ്ടി തന്നെ, പിന്നെയാണോ മറ്റുള്ള ആളുകൾക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുബ്ഹാനല്ലാഹ്, സലഫുകൾ പറഞ്ഞതായി കാണാം,
ഇബ്നു അല്ലെങ്കിൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞതായി കാണാം. എനിക്കൊരാവശ്യം, ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം, എനിക്കൊരാവശ്യം നിറവേറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാറ് എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഷെയ്ഖ് അങ്ങനെ പറയാനുള്ള കാരണം? മറ്റൊന്നുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ എന്താണ്? ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആ ആണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഈ ഒരു ഹദീസ് പറഞ്ഞപ്പോഴാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഓർമ്മ വന്നത്. ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. എന്താണത്? അദ്ദേഹത്തിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കഥയായിട്ട് പറയുന്നതാണ്, നടന്ന സംഭവമാണ്. എന്താണ്, ഒരാൾ അയാളുടെ ഭാര്യയോട് പറയാണ്, അതായത് അയാളുടെ സഹോദരൻ, അയാളുടെ കൂട്ടുകാരൻ, അയാളുടെ ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടു പോയി. ആ കൂട്ടുകാരൻ്റെ ഭാര്യ മരണപ്പെട്ടു. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇയാളുടെ ഭാര്യയോട് പറയാണ്, പാവം അയാൾ വല്ലാത്ത പ്രയാസത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യട്ടെ, അവർക്ക് മറ്റൊരു വിവാഹം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഭാര്യ എന്ത് ചെയ്യാണ്? കോപിച്ചുകൊണ്ട് ഭർത്താവിനോട് സംസാരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നോട് കോപിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് മറുത്ത് വെറുപ്പുള്ള കാര്യം എന്നല്ലല്ലോ പറഞ്ഞത്, അവൻ്റെ കാര്യം എളുപ്പമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവൻ എത്രയും പെട്ടെന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നല്ലേ ഞാൻ ദുആ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാര്യ മറുപടി കൊടുത്തു എന്നാണ്. അഥവാ നിങ്ങൾ ഈ ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, മലായിക്കത്തുകൾ എന്ത് പറയും? വലക ബിൽ മിസ്ൽ, നിനക്കും അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ദുആയുടെ വിഷയം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് മുറുകെ പിടിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം, ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. വഖദ് അല്ലമന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് എന്ത്? ആദാബു ജിഫാഫ് അല്ലെങ്കിൽ ആദാബ് ജിഫാഫ്. പല ദാമ്പത്യ മര്യാദകളും പഠിപ്പിച്ച കൂട്ടത്തിൽ മിൻ അവലിഹ അദ്ദുആ വസുആലുല്ലാഹ് ഖൈറൽ മർഅ, എന്താണ്? ഒരു സ്ത്രീയുടെ ഖൈറും അതുപോലെ തന്നെ അവളുടെ ഷർറിൽ നിന്നുള്ള എന്താണ്, അവളുടെ ഷർറിനെ തൊട്ട് അള്ളാഹുവോട് കാവൽ ചോദിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഫഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഫാദ അഹദുക്കും ഇംറഅതൻ ഔ ഖാദിമൻ ഔ ദാബ, നിങ്ങളിൽ ആരെങ്കിലും ഒരു വിവാഹം ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ഖാദിമിനെ സ്വീകരിക്കുകയോ അതല്ല എങ്കിൽ വാഹന മൃഗത്തെ നിങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫൽയഖുദ് ബിനാസിയതിഹാ വലിയഖുൽ, എന്താണ്, അവൻ അതിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയുടെ മുൻഭാഗത്ത് കൈവച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജുബിലത് അലൈഹി, അല്ലാഹുവേ ഇതിൻ്റെ നന്മയിൽ നിന്ന്, അഥവാ അത് ഭാര്യയാകാം, ഖാദിമാകാം, അതല്ലെങ്കിൽ വാഹന മൃഗമാകാം, ഇതിൻ്റെ ഖൈറിനെ തൊട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജുബിലത് അലൈഹി, അതുപോലെ തന്നെ ഇവളുടെ ഷർറിൽ നിന്നും ഷർറ് വരുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങേണ്ടത്. പക്ഷേ ഇത് എത്ര പേർക്ക് ഈ ഒരു സുന്നത്ത് അറിയാം? അഥവാ കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട് കൂടിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മളുടെ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഭർത്താവ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ കാര്യം, അഥവാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജുബിലത് അലൈഹി എന്നുള്ള ഈ ദുആ. പക്ഷെ നമ്മളുടെ കൂട്ടത്തിൽ ആലോചിച്ച് നോക്ക്, എത്ര പേർ കല്യാണത്തിന്റെ സമയത്ത് ഈ ദുആ ചെയ്യാറുണ്ട്? നമ്മുടെ നാട്ടിൽ കല്യാണത്തിന്റെ അവസ്ഥ തന്നെ എന്താണ്? ഏത് രൂപത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള കല്യാണം നടക്കുന്നത്? പല ഹറാമുകളും പല രൂപത്തിലുള്ള എന്താണ് അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുക? നമ്മൾ ശരിക്കും ഈ സമയം എന്ന് വെച്ചാൽ ഗുർബത്തിന്റെ സമയമാണ്, യാതൊരു സംശയമില്ല. അപരിചിതത്തിന്റെ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. പല ആളുകൾക്കും എന്താണ് സുന്നത്ത്, ദാമ്പത്യ ജീവിതത്തിലെ മര്യാദകളിലെ സുന്നത്തുകൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ, എന്നിട്ട് അവർ വിലപിക്കുകയാണ്, ഖേദം പറയുകയാണ്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തില്ല. എങ്ങനെയാണ് സഹോദര ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ഈ രൂപത്തിലുള്ള ഹറാമുകളിൽ മുങ്ങിക്കുളിച്ച രൂപത്തിലാണ് നമ്മളുടെ നിക്കാഹ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്ത് ബറക്കത്താണ് ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പല ദുആകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ഒരു ദുആ ചെയ്യുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്, അഥവാ സുന്നത്തായ കാര്യമാണ് ഈ ഒരു ദുആ ചെയ്യുക എന്നുള്ളത്. ഇത് മാത്രമല്ല,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ദുആ ചെയ്യാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖുൽതു യാ റസൂലല്ലാഹ് ഉദുല്ലാഹ ലി, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ദുആ ചെയ്യുകയാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ. അല്ലാഹുവേ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ മുൻപ് ചെയ്തതും അതുപോലെ തന്നെ വരാൻ പോകുന്ന പാപങ്ങളൊക്കെ എന്ത് ചെയ്യണേ റബ്ബെ പുറത്തു കൊടുക്കണേ. മാ അസറത് വമാ ആലനത്, അവൾ രഹസ്യത്തിൽ ചെയ്തതും പരസ്യത്തിൽ ചെയ്തതുമായ ദുആ അല്ലെങ്കിൽ എന്താണ് തിന്മകൾ എല്ലാം പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ എന്താണ് മൈമൂന റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു അടിമ സ്ത്രീയെ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്, ആജറകില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നൽകട്ടെ. ഇവിടെ നമ്മൾ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ എന്തെങ്കിലും നമുക്ക് വെച്ച് വിളമ്പി തരുമ്പോൾ അവരോട് ഒരു ജസാക്കുമുല്ലാഹു ഖൈറൻ എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. എത്രയോ ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താണ്, മുന്നിൽ ഭക്ഷണം എത്തിയിട്ടുണ്ടാവും, അവരുടെ കയ്യിൽ എന്തുണ്ടാവും, ഇടത്തെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അതിൽ നോക്കി ഇങ്ങനെ ഭക്ഷിക്കുന്നുണ്ടാവും. തിന്നു കഴിഞ്ഞാൽ ഫോണും വെച്ചിട്ട് അല്ലെങ്കിൽ അപ്പൻ പ്ലേറ്റ് അവിടെ വെച്ച് എന്ത് ചെയ്യും, ഒരൊറ്റ പോക്കായിരിക്കും. എന്താണിത്? അവരത്രയും കഷ്ടപ്പെട്ട് അവർ നമുക്ക് വേണ്ടി വെച്ച് വിളമ്പിത്തരാം, അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാതിരിക്കുക, അതല്ലെങ്കിൽ അത് കൊണ്ടുവന്നതിന് ജസാക്കല്ലാഹു ഖൈറൻ പറയാതിരിക്കുക. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇനി നേരെ തിരിച്ച് സ്ത്രീകളാണെങ്കിലോ, അവരും ഈ ഭർത്താക്കന്മാർ നമുക്ക് ചിലവിന് പൈസ തരുന്നുണ്ടെങ്കിൽ അതെന്താണ് അവരോട് പറയുക, ജസാക്കല്ലാഹു ഖൈറൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലെങ്കിൽ അവരെന്തെങ്കിലും സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് അല്ലേ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു തരുമ്പോൾ ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇതിന്റെ അർത്ഥം അറിഞ്ഞ് പറയണം, എന്താണ് ജസാക്കുമുല്ലാഹു ഖൈറൻ. റസൂൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും വാക്കിതാണ്, ജസാക്കുമുല്ലാഹു ഖൈറൻ എന്ന ആ പ്രാർത്ഥനയിലുള്ള നന്മകൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നിങ്ങൾ വർദ്ധിപ്പിച്ചേനെ എന്ന രൂപത്തിൽ എന്താണ് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? ജസാക്കുമുല്ലാഹു ഖൈറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നന്മ പ്രതിഫലമായി തരട്ടെ എന്നാണ് ഈ ദുആന്റെ അർത്ഥം. ഇത്ര നല്ല മനോഹരമായ ദുആണ്. അറബികൾക്ക് ഈ ഒരു ശീലം നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ എന്തില്ല, ദുആന്റെ വിഷയത്തിൽ വളരെ ബുഖ്ല് കാണിക്കണം. എന്തിനാണ് നമുക്ക് മടി, എന്തിനാണ് നമുക്ക് പിശുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായാലും നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ വലക ബിൽ മിസ്ലിന് മലായിക്കത്തുകൾ പറയും. നമ്മൾ ദുആ ചെയ്താൽ അതെന്താണ്? അത് ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കെ നമ്മൾ എന്തിനാണ് മടി കാണിക്കേണ്ട ആവശ്യം? നമുക്കൊരാൾ, ഇത് മുത്തലക്കം പറയണം, ഒരാൾ നമുക്കൊരു നന്മ ചെയ്ത് തന്നാൽ നമ്മൾ എന്ത് പറയാ? ജസാക്കുമുല്ലാഹു ഖൈറൻ. ആകെ 3 വാക്കുകൾ, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലുള്ള ദുആകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിടയിലുള്ള സ്നേഹം എന്തുണ്ടാകും? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം അത് വർദ്ധിക്കും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭർത്താക്കന്മാരും ഭാര്യമാരും എന്ത് ചെയ്യുക, ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല നല്ല ദുആകളും അത് ചെയ്യുക. പല ദുആകളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഇതാണ് ശേഖ് 27ാമത്തെ അടിസ്ഥാനമായി പറയുന്നത്. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? സൗണ്ടും എല്ലാം ഓക്കെ അല്ലേ? ജസ്റ്റ് ലൈക്ക് അടിച്ചാൽ മതി. പിന്നെന്താണ്? അൽ അസ്ലു അസ്സാമിൻ വൽ ഇശ്റൂൻ, 28ാമത്തെ അടിസ്ഥാനമായിക്കൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഹിർസു സൗജ്. ഇത് പ്രധാനപ്പെട്ട ബാബാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, നോക്ക്, ഹിർസു സൗജൈനി അലൽ അഫാഫി വസ്സിത്ർ. സുബ്ഹാനല്ലാഹ്, എന്താണ്? ഭാര്യയും ഭർത്താവും അവർ അങ്ങേയറ്റം താല്പര്യം കാണിക്കണം. ഏത് വിഷയത്തിൽ? അലൽ അഫാഫി വസ്സിത്ർ, ലൈംഗിക വിശുദ്ധി പുലർത്തുന്ന വിഷയത്തിലും അതുപോലെ തന്നെ സിത്ർ, മറയുടെ വിഷയം, മറക്കുന്ന വിഷയം അഥവാ മറയുണ്ടാവുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ ശൈത്താൻ അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അങ്ങേയറ്റം പരിശ്രമിക്കണം, അതിനെ തൊട്ട് വിദൂരമാകാൻ. അഥവാ ശൈത്താൻ നമ്മൾക്കിടയിൽ പ്രവേശിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം എത്ര കണ്ട് ദാമ്പത്യ ജീവിതം മനസ്സമാധാനത്തിലാണോ മുന്നോട്ട് പോകുന്നത്, അത് ശൈത്താൻ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ്? ഒരു ഭാര്യനും ഭർത്താവിനും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഷെയ്ത്താന്റെ കുതന്ത്രത്തിൽപ്പെട്ട കാര്യമാണെന്ത്? ഇൻകിഷാഫുൽ ഔറാത്ത്, നമ്മളുടെ ഔറത്തുകളെ വെളിവാക്കിപ്പിക്കുക എന്നുള്ളത്. കാരണം ആലോചിച്ച് നോക്കുക, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? ആ പഴം ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവര് നഗ്നരായി പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശൈത്താൻ ഈ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മളുടെ മേത്ത് അല്ലെങ്കിൽ നമ്മളോട് ശൈത്താൻ നമ്മളിൽ അതിക്രമം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ അവൻ കെണിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വസ്ത്രധാരണം നോക്കിയാൽ മതി. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കോപിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ത്? നമ്മളുടെ വസ്ത്രം ചെറുതായി കൊണ്ടിരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം ആലോചിച്ച് നോക്കുക, അള്ളാഹിന്റെ കോപം ഉണ്ടായപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? അവര് വിവസ്ത്രരായി പോവാണ് അള്ളാഹിന്റെ കോപത്താൽ. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് പുരോഗമനമാണ്, അല്ലെങ്കിൽ എന്താണ്, ഇതാണ് ന്യൂ ജനറേഷൻ. ഒരു ന്യൂ ജനറേഷനും പുരോഗമനമല്ല, അള്ളാഹിന്റെ കോപാണ്. ഇത് അള്ളാഹുവിന്റെ കോപാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു മറയുമില്ല. യൂട്യൂബൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും കൂടി കലർന്നിരുന്ന് ഇങ്ങനെ ഒരു ഉളുപ്പില്ലാണ്ട് സംസാരിക്കുക, ഒരു മറയുമില്ല. എന്താണ് സഹോദരങ്ങളെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ മറയുടെ വിഷയം വന്നുകൊണ്ട് പറയാണ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മുഖം മറക്കുക എന്നുള്ളത് വാജിബായിട്ടാണ് അള്ളാഹു ആലം മനസ്സിലാകുന്നത്. ഇനി രണ്ടാമതൊരു അഭിപ്രായം എന്താണ്? സുന്നത്താണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്താ? അത് മറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രൂപത്തിലാണ്. അങ്ങനെ മറക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ എത്ര ആളുകളാണ്? ഒന്നുകിലും മുഖം മറക്കൽ സുന്നത്താണ്. കാന സഹാബ യഫ്അലൂന സുന്ന ലിഅന്നഹാ സുന്ന, സഹാബിമാർ അവർ സുന്നത്ത് പ്രാവർത്തികമാക്കിയിരുന്നത് ഇത് സുന്നത്താണ്, ഇത് റസൂലിന്റെ സുന്നത്താണ്, ഇത് നമ്മൾ ചെയ്യണം, ഇത് ചെയ്താൽ നമുക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാറുണ്ട്? ആ സുന്നത്ത് ചെയ്യാറുണ്ട്. ലിഅന്നനാ നത്റുകുഹാ ലിഅന്നഹാ സുന്ന, എന്നാൽ നമ്മളത് ഉപേക്ഷിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഇത് സുന്നത്തല്ലേ, ഇത് സുന്നത്തല്ലേ, ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല എന്ന രൂപത്തിൽ ആളുകൾ എന്ത് ചെയ്യാണ്? ഈ രൂപത്തിൽ സുന്നത്തിനെ കവച്ച് അല്ലെങ്കിൽ അതിനെ ഒരു വിലയില്ലാണ്ട് തള്ളിക്കളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലിൽ നിന്നൊരു അമൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ നിലപാട് എന്തായിരിക്കണം? സമിഅനാ വഅതഅനാ, റസൂലെ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഈ രൂപത്തിലായിരിക്കണം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനാണ് പല ആളുകളും മുഖം മറക്കാതിരിക്കാൻ കൂട്ടുപിടിക്കാറുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യമാരും മക്കളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നിഖാബ് ധരിച്ചിട്ടാണ് പുറത്തു പോകാറുള്ളത്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഖാലഫ തഖ്വാഹു ഫത്വാഹു, അദ്ദേഹത്തിന്റെ തഖ്വയും ഫത്വയും എന്തായിട്ടുണ്ട്? എതിരായി പോയിട്ടുണ്ടല്ലോ. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഒരിക്കലും നിങ്ങൾ മറക്കാണ്ട് പുറത്തിറങ്ങണം എന്നല്ല. മറക്കൽ സുന്നത്താന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്താ വിചാരിക്കുന്നത്? ചെയ്യണ്ടാലോ, സുന്നത്തല്ല. ഒരിക്കലുമല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിത്നയുടെ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും ഈ രൂപത്തിൽ മുഖം മറച്ചിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് ഒരു സ്ത്രീന്റെ ഏത് ഭാഗം കണ്ടാലും കൂടുതൽ അട്രാക്ഷൻ തോന്നുക? അവരുടെ മുഖം കണ്ടാലല്ല. ഇത് അറിയപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, സ്ത്രീകൾ മുഖം മറക്കണം എന്ന് അറിയിക്കുന്ന എത്രയെത്ര സംഭവങ്ങൾ ഖുർആനും ഹദീസിലും ഉണ്ട്. ഒന്നാമത്തെ ആയത്ത് നമുക്ക് എടുത്തു നോക്കാം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഖുർആനിലെ ആയത്താണിത്. ഒന്നാമത്തേത് അത്. രണ്ടാമത്തേത് ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്? ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോൾ അവിടുത്തെ സഹാബി വനിതകൾ അവർ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും കീറിക്കൊണ്ട് അവരവരുടെ മുഖം മറച്ചു. ഇനി എത്ര തെളിവുകളുണ്ട് ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? അവിടുന്ന് മറക്കാറുണ്ട് പല കാര്യങ്ങളും. ഏതൊക്കെ കാര്യങ്ങൾ? ഇവിടുന്ന് നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരു സംഭവം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തുറുനി ബിരിദാഇഹി വഅന അൻദുറു ഇലൽ ഹബശതി യൽഅബൂന ഫിൽ മസ്ജിദി ഹത്ത അകൂന അന അല്ലദി അസ്അം. എന്താണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് മറ പിടിച്ചു നിൽക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? എനിക്ക് ഹബശയിലുള്ള അല്ലെങ്കിൽ ഹബശക്കാരായ ആളുകൾ അവര് യുദ്ധത്തിന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്? മസ്ജിദിൽ നിന്ന് അവരുടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പെടുക്കുന്നതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ നോക്കാറുണ്ട്. പക്ഷെ ഞാൻ മറക്ക് പിന്നിലായിക്കൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്? നോക്കാറുള്ളത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രവൃത്തിയായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇവിടെ രണ്ട് ഫായിദയാണുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ആളുകൾ
സംശയം ചോദിക്കാറുള്ള ഒരു കാര്യമായതുകൊണ്ട് പറയാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ പുരുഷന്മാർക്ക് സ്ത്രീയെ കാണാന്നുള്ളത് മുത്തലഖൻ ഹറാമായ കാര്യമാണ്, നിരുപാധിക ഹറാമാണ്. ഒരു സ്ത്രീക്ക് അല്ലെ അപ്പോൾ ഒരു പുരുഷന് സ്ത്രീയെ നോക്കുക എന്നുള്ളത് നിരുപാധിക ഹറാമായ കാര്യമാണ്. മനസ്സിലായില്ലേ? ഒരു പുരുഷന് സ്ത്രീയെ നോക്കുക എന്നുള്ളത് നിരുപാധികം ഹറാമായ കാര്യമാണ്. എന്നാൽ സ്ത്രീകൾക്ക് പുരുഷനെ നോക്കൽ നിരുപാധികം ഹറാമാണോ? സ്ത്രീകൾക്ക് പുരുഷനെ നോക്കുക എന്നുള്ളത് നിരുപാധിക ഹറാമാണ്. കാരണം പല ആളുകളും പൊതുവെ പറയാറുള്ള കാര്യമാണ് പിന്നെ ഈ പ്രത്യേകിച്ച് ദറസുകൾ പോലെ അല്ലെങ്കിൽ ദുറൂസുകളുടെ വീഡിയോ അതൊക്കെ ശേഖന്മാരതും അല്ലെങ്കിൽ തുല്ലാബുകളുടെ ഒക്കെ വീഡിയോ ഒക്കെ വെക്കുമ്പോൾ ആളുകൾ എന്ത് പറയും, ഇതിങ്ങനെ സ്ത്രീകൾ ഇത് കാണൂലേ, സ്ത്രീകൾക്ക് നമ്മളിതിങ്ങനെ ആണുങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ സ്ത്രീകൾക്കൊരു പുരുഷനെ നോക്കുക എന്നുള്ളത് എന്താണ്, ജായിസായ കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ജായിസായ കാര്യമാണ്. പക്ഷേ ആ സ്ത്രീകൾ ഈ പുരുഷന്മാരെ ഷഹ്വത്തിന്റെ നോട്ടം ആഗ്രഹിച്ചുകൊണ്ടുള്ള നോട്ടമാണെങ്കിൽ അവർക്ക് ഹറാമാകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കൊരു പുരുഷനെ നോക്കുക എന്നുള്ളത് എന്താണ്, പറ്റുന്ന കാര്യമാണ്, ജായിസായ കാര്യമാണ്. പക്ഷേ അവരുടെ ആ നോട്ടം എന്താണ്, ഷഹവത്തോട് കൂടിയുള്ള നോട്ടമാണെങ്കിൽ അത് അവർക്ക് ഹറാമാകും. സ്ത്രീകൾ നോട്ടം അവർ നോക്കുന്നത് ദേഹത്ത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തോടെ കൂടിയുള്ള നോട്ടാണെങ്കിലാണ് സ്ത്രീകൾക്ക് ഹറാമാകുക. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണ്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോട് മുഖം മറക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. കാരണം ഒരു സ്ത്രീക്ക് ആണിനെ നോക്കല് ഹറാമാകുമായിരുന്നെങ്കിൽ നമ്മളും എങ്ങനെ നടക്കേണ്ട വന്നേനെ, മുഖമൊക്കെ മൂടി ആ രൂപത്തിൽ ഇത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്ത്രീകളോട് വികാരം തോന്നാൻ നോട്ടം മാത്രം മതി. ഇത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സ്ത്രീയെ കണ്ടാൽ തന്നെ വികാരം ഉണ്ടാകും. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്പർശനം കൊണ്ടാണ് എന്തുണ്ടാകുക, വികാരം ഉണ്ടാകും. ഇത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചില ആളുകൾ ഈ രൂപത്തിൽ തശ്വീഷ് ഉണ്ടാക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഈ ഒരു മസാല. അഥവാ സ്ത്രീകൾക്ക് പുരുഷന്മാരെ നോക്കാം, പക്ഷെ അവരുടെ നോട്ടം ആഗ്രഹത്താലുള്ള നോട്ടാണെങ്കിൽ അത് ഹറാമായി മാറും. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ത്രീകളെ ഒരു നിലക്കും കാണാൻ പറ്റില്ല. പിന്നെ കാണാൻ പറ്റുന്ന സന്ദർഭം എന്താണ്, പെണ്ണ് കാണുന്ന സമയം, അതുപോലെ ലറൂറത്തിന്റെ അവസ്ഥയിൽ ആണ് അവർക്ക് പറ്റുക. ബാറക്കല്ലാഹു ഫീക്കും. പറഞ്ഞു വന്നത് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ആയിഷ റളിയല്ലാഹു അൻഹയെ മറച്ചു പിടിക്കാണ്. നിങ്ങൾ ആലോചിച്ച് സുബ്ഹാനല്ലാഹ്, ഈ കാലഘട്ടത്തിലെ അവസ്ഥ അവരെന്ത് ചെയ്യാണ്, പല ആളുകളും സ്വന്തം ഭാര്യമാരെ വെച്ചാണ് പൈസ ഉണ്ടാക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരുടെ അന്നം അവര് ഉണ്ടാക്കുന്നത് ആരിലൂടെയാണ്, സ്വന്തം ഭാര്യമാരിലൂടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം കാലഘട്ടത്തിന്റെ പോക്കും എവിടെ എത്തി നിൽക്കുന്നു, മനുഷ്യന്മാരുടെ ഗൈറത്തിന്റെ വിഷയം എന്നുള്ളത്. പല ആളുകൾ എന്താണ്, ഭാര്യമാരുടെ വിഷയത്തിൽ കുറച്ച് സ്ട്രോങ്, അല്ലെങ്കിൽ അവര് മറ്റുള്ള ആളുകൾ കാണരുത് എന്ന് പറയുമ്പോൾ അവരെ പയഞ്ചനാക്കാൻ നോക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പല ആളുകളും, അഥവാ അവർ മുഖം മറച്ചൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർ ആ കെട്ടിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ, അവർ അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കട്ടെ എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളല്ല. മറിച്ച് സ്ത്രീകളെ ഇവനിക്ക് കാണണം, അതിനുള്ള സ്വാതന്ത്ര്യത്തിനാണ് ഇവൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മറച്ചതിനെ കൊണ്ട് എന്ത് മുസീബത്താണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ മുഖവും കൈയും ഒക്കെ മറച്ച് നടക്കുന്നതിനെ കൊണ്ട് എന്ത് മുസീബത്താണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ് അവരുടെ ആ വസ്ത്രം എന്നുള്ളത്, ജിൽബാബ് അല്ലെങ്കിൽ നിഖാബ് എന്നുള്ളത്. ഇതിനെ കൊണ്ട് ആർക്ക് എന്ത് തടസ്സമാണുള്ളത്? ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്ക്, അത് ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്കൂളുകളിൽ നമ്മൾ അയക്കേണ്ട ആവശ്യം എന്താണുള്ളത്, അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ ആളുകളുടെ ആ പോക്ക് ചിന്താഗതി നോക്കി, ഈ സംസാരിക്കുന്ന ആളുകൾ തന്നെ ഈ കോലത്തിലുള്ള തലമറിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് രണ്ടാമത്തെ വിഷയം. എന്നിരുന്നാലും മുസ്ലിമാണോ അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അള്ളാന്റെ ദീൻ പഠിക്കുക എന്നുള്ളതും അവന്റെ ദീനിൽ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാന്റെ റസൂലിന്റെയും അവിടുത്തെ ഭാര്യമാരുടെ ജീവിതത്തിൽ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെയ്ത കാര്യമാണ് മറ സ്വീകരിച്ചിരുന്നു എന്നുള്ളത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു സ്ത്രീക്ക് അവളുടെ ഗുണവിശേഷണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം ഹയാ ആണ്, ലജ്ജയാണ്. നമ്മൾ സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മളുടെ പെൺമക്കളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം, ആ ഒരു ഹയാ നമ്മൾ ഇട്ടുകൊടുക്കണം. ആ ഒരു
ഹയാ നമ്മൾ എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ്, പെൺമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെറിയ രൂപത്തിലുള്ള ഷോർട്ട് വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം ഇവരിതിങ്ങനെ ഇട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവും, ഈ വസ്ത്രത്തിനോട് ഒരു ഹുബ്ബ് തോന്നും, ഇഷ്ടം തോന്നും. പിന്നീട് എന്തായാലും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഈ രൂപത്തിലേക്ക് വസ്ത്രധാരണം മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരതിന് നിന്നോളുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വന്തത്തിൽ തന്നെയാണ് കുറ്റം പറയേണ്ടത്, അല്ലാണ്ട് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തർബിയത്തുൽ ഔലാദ്, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ വസ്ത്രധാരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവർ പറയുന്നത്, ആർക്കും എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരിയാനായിട്ട് നഗ്നരായി നടക്കുകയാണ്. പകുതി ഭാഗങ്ങൾ എന്താണ് പുറത്താണ്. അപ്പോൾ ഇത് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ രൂപത്തിലല്ല നമ്മളെ വസ്ത്രധാരണം. ഒരു മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഹയാഇൻ്റെ ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നല്ല രൂപത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ, അതിനോടുള്ള ഹുബ്ബും അതിൻ്റെ ഫضലുകളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മക്കളുടെ വിഷയത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അശ്രദ്ധരായി പോകാൻ പാടില്ല. അടുത്തൊരു ഉമ്മത്തിനെ നയിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിനെ വളർത്തിയെടുത്തത് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇവരുടെയൊക്കെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മുൻപന്തിയിലുണ്ടായിരുന്നത് ആരാണ്, ഇവരുടെ ഉമ്മമാരാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ഈ ഉമ്മത്തിന് വേണ്ടി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഒരിക്കലും നമ്മളത് അവരെ അല്ലെങ്കിൽ അവഗണിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ഒരു ഉമ്മത്തിനെ വളർത്തിയെടുക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ. അപ്പം പ്രത്യേകിച്ച് പെൺമക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല തെർബിയത്ത് കൊടുക്കണം. നല്ല രൂപത്തിലുള്ള തെർബിയത്ത് എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം, ഈ മറയുടെ വിഷയം, അതല്ലെങ്കിൽ അവർക്ക് ഹയാഇൻ്റെ വിഷയം എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മൈമൂന റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, വളഅതു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഅൻ ഖാലത് ഫസതർതുഹു വദക്റത്തിൽ ഗുസ്ൽ. മൈമൂന റളിയല്ലാഹു അൻഹ റസൂൽ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ റസൂൽ എന്ത് ചെയ്തു, അവിടെ മറ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നോക്ക് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറ സ്വീകരിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നത് പല കാര്യങ്ങളിലും കാണാം. മാത്രമല്ല ഇവിടെ നോക്ക്, സൗദ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അവിടെ പറയുന്നത്, യുബഅസുന്നാസു ഹുഫാതൻ ഉറാതൻ ഗുർല ലാ യുൽജിമുഹുമുൽ അറഖു വയബ്ലുഗു ശഹ്മത്തൽ ഉദുൻ. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ അവരെ പുനർജീവിപ്പിക്കുക, ഹുഫാതൻ ഉറാതൻ ഗുർലൻ, അവർ നഗ്നരായ അവസ്ഥയിലായിരിക്കും, ചെരുപ്പ് ധരിക്കാത്ത അവസ്ഥയിലായിരിക്കും, അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും. നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് കൂട്ടപ്പെടുക. നഗ്നരായിരിക്കും, ചെരുപ്പുണ്ടാവില്ല, അതുപോലെ തന്നെ എന്താണ്, അവർ ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കും അവരെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ സൗദ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വാ സൗഅതാ, അവരെ വിവസ്ത്രരാണല്ലോ, അതിനാൽ തന്നെ യൻദുറു ബഅ്ലുനാ ഇലാ ബഅദ്. ഇത് അവരുടെ നിഷ്കളങ്കമായ ചോദ്യമാണ്. അതെന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, അവരുടെ ജീവിതകാലത്ത് അത്രയും മറയിൽ ജീവിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കോലത്തിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുക, അപ്പം അങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിനെ നിസാരവൽക്കരിക്കും. ആലോചിച്ച് നോക്ക്, അവർ അത്ഭുതം കൊണ്ട് പറയാണ്, എല്ലാം അല്ലാണ്ട് റസൂല്, അപ്പം ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, നമ്മൾ വിവസ്ത്രരായ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകൂലേ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കും. സുബ്ഹാനല്ലാഹ്, നിഷ്കളങ്കമായ ചോദ്യമാണ്, അതല്ലാണ്ട് കളിയാക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവർ മുഖം മറച്ച് മാക്സിമം ആളുകളിൽ നിന്ന് മറ സ്വീകരിച്ച് ജീവിച്ച ആളുകളായതുകൊണ്ടാണ് അള്ളാഹു റസൂലിനോട് ഈ രൂപത്തിലുള്ള ചോദ്യം ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ ഇസ്തിർജാ നടത്തി. നമുക്കറിയാം ഹാദിസത്തുൽ ഇഫ്ക് സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നേരെ ചില മുനാഫിഖീങ്ങൾ മദീനയിൽ എന്ത് വാർത്ത പറഞ്ഞു വരുത്തി, ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചു, സഫ്വാൻ റളിയല്ലാഹു അൻഹുവുമായിട്ട് വ്യഭിചരിച്ചു എന്ന രൂപത്തിൽ എന്ത് ചെയ്തു, അവിടുന്ന് കള്ള ആരോപണം മദീനയിലേക്ക് പ്രചരിപ്പിച്ചു. എന്താണ് ഉണ്ടായത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു മാല അത് കളഞ്ഞുപോയി, അത് തപ്പി നടന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അവിടുന്ന് വളരെ മെലിഞ്ഞ പ്രകൃതമായതുകൊണ്ട് തന്നെ സഹാബിമാർ അവരെന്തിലാണുള്ളത്, ഒരു കട്ടിലയിലാണുള്ളത്. ആ കട്ടിൽ ചുമന്നുകൊണ്ട് സഹാബിമാരുണ്ട്. അതിൻ്റെ മേലെ ആയിഷ റളിയല്ലാഹു അൻഹ കയറി എന്ന തെറ്റിദ്ധാരണയിൽ
അവർ നടന്നു നീങ്ങി. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ഈ മാല തപ്പി നടന്ന അവസാനം ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അങ്ങനെ ഇവരെയും നോക്കിയിട്ട് പല ആളുകളും പല സ്ഥലത്ത് പോകുമ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യാണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ മുഖം തുറന്നു വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ അവിടെ ചാരി കിടക്കുന്നത്. ഇത് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കണം. സഫ്വാൻ റളിയല്ലാഹു അൻഹു അവരെ കണ്ട ഉടനെ തന്നെ പറയുന്ന കാര്യം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മാത്രമാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ മുഖമക്കനെ താഴേലേക്ക് ഇട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവിടെ എത്തുന്നത് വരെ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? എന്തുണ്ടായത്? നിങ്ങൾ എവിടെ പോയത്? മാല കിട്ടിയോ? എന്തുണ്ടായി? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ചോറ് തിന്നോ? ഇതൊക്കെ ചോദിക്കും നമ്മളാണെങ്കിൽ. പക്ഷെ സുബ്ഹാനല്ലാഹ്, ആ സഹാബിയുടെ ഇഫ്ഫത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഖുർആനിൽ ആയത്ത് തന്നെ ഇറക്കിയത്. അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അവരാ വാഹന മൃഗത്തിന്റെ അടുത്ത് എത്തുന്നവരെ അത്യാവശ്യം ദൂരമുണ്ട്. അവിടെ എത്തുന്നത് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ സഫ്വാന്റെ അടുത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാണ്ട് മറ്റൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിച്ചെടുത്താണ് എന്ത് പറയുന്നത്? ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന വേറൊരു ഫായിദ, എത്ര നല്ല രൂപത്തിൽ നമ്മൾ നടന്നു കഴിഞ്ഞാലും ആളുകളുടെ ആക്ഷേപത്തിൽ നിന്ന് നമ്മൾ എന്തല്ല ഒഴിവല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര നന്നായി നടന്നു കഴിഞ്ഞാലും, എത്ര നല്ല രൂപത്തിൽ അള്ളാഹുവിനെ തഖ്വ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാലും ആരോപണങ്ങൾക്ക് നമ്മൾ എന്തല്ല മുക്തരല്ല എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, നമുക്കും നമ്മുടെ റബ്ബിനിടയിലുമുള്ള കാര്യം നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ സത്യസന്ധത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കെട്ടിയിട്ടപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉള്ളതെങ്കിലും അള്ളാഹു പുറത്തു കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്താണ് അതിനുള്ള തെളിവ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അവിടുന്ന് ഇതേ സമാനമായ സംഭവമാണ് ഉണ്ടായത്. അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിന്റെ അപാരമായ, അല്ലെങ്കിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിച്ചതിനാൽ അവിടുന്ന് പരീക്ഷിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു ഹദീസിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസിൽ, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമിൻ ഇബ്തലാഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇബ്തലാഹും, അവനെ പരീക്ഷിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അവന് ദുനിയാവിൽ ഇത് കൊടുക്കുന്ന പറഞ്ഞത്, സൗകര്യം കൊടുക്കുന്ന പറഞ്ഞത്, അല്ലെങ്കിൽ ധാരാളിത്തം കൊടുക്കുന്ന പറഞ്ഞതല്ല. ഇബ്തലാഹും, അള്ളാഹു അവനെ പരീക്ഷിക്കുന്ന. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ആരോപണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, റസൂലിന്റെ സീറ തന്നെ എടുത്തു നോക്കാം. എന്തെല്ലാം ആരോപണങ്ങൾ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആലാമുകൾ, പണ്ഡിതന്മാരുടെ ജീവചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബുഖാരി, ഇവരൊക്കെ ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഇവരെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എവിടുന്നാണ് മരണപ്പെടുന്നത്? ജയിലിൽ വെച്ചിട്ടാണ്. അന്നേരമാണ് അവിടെ നാം മനോഹരമായ വാക്ക് പറയുന്നത്, മാ യസ്നഉ ബി അഅദാഇ, എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ജന്നതി വ ബുസ്താനി ഫി സദ്രി, സ്വർഗവും അതുപോലെ തന്നെ എന്റെ പൂന്തോട്ടവും എന്റെ ഹൃദയത്തിലാണുള്ളത്. അവരെന്നെ ജയിലിലാക്കുകയാണെങ്കിൽ അതെനിക്കെന്താണ്? എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നെ ഇവർ നാട് കടത്തുകയാണെങ്കിൽ അതെനിക്കൊരു സിയാഹ, എന്താണ്, ടൂറ് പോലെയാണ്. അതുപോലെ തന്നെ ഇവരെന്നെ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് ഷഹാദത്താണ്, എനിക്കത് അള്ളാഹിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ് എന്ന മനോഹരമായ വാക്ക് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരിക്കലും നമ്മൾ എന്തല്ല ആരോപണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കളവാക്കൽപ്പെടലിൽ നിന്നും എന്തല്ല നമ്മൾ മുക്തരല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അസ്ലിഹ് മാ ബൈനക വ ബൈന അല്ലാഹ്, അള്ളാഹ്ക്കും നമുക്കും ഇടയിലുള്ള കാര്യം നമ്മൾ എന്താക്കുക? നന്നാക്കി കഴിഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുക്കും നമ്മളെ ഇൻഷാ അള്ളാഹ്. ഈ വാക്യങ്ങൾ കുത്തിവെച്ചാൽ മതി നിങ്ങളുടെ മനസ്സിൽ. നമുക്കും അള്ളാഹ്ക്കും ഇടയിലുള്ള കാര്യം നമ്മൾ നന്നാക്കുക, അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുക. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആ വാക്കിന് വില ഉണ്ടാകും. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വന്ന കാര്യം ഇവിടുന്ന് ചോദിക്കുകയാണെന്ത്? യൻദുറു ബഅ്ലുനാ ഇലാ ബഅദ്, അള്ളാഹിന്റെ റസൂലേ, അങ്ങനെയെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ, നമ്മൾ വിവസ്ത്രരായ അവസ്ഥയിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ വാക്കെന്താ? ശുഗിലന്നാസു അൻ ദാലിക്, ജനങ്ങളെല്ലാം എന്തായി പോകും? ആ വിഷയത്തിൽ നിന്ന് അശ്രദ്ധരായി പോകുന്നതാണ്. കാരണം വതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു രംഗാണ് നാളെ ഖിയാമത്ത് നാളിലെത്തി കഴിഞ്ഞാൽ. എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരാൾ അവന്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകും. വ ഉമ്മിഹി വ അബീഹി,
നമ്മളെ പൊന്നുപോലെ നോക്കിയ നമ്മുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും നമ്മൾ ഓടിപ്പോകും. വസാഹിബതിഹി വബനി, സ്വന്തം ഭാര്യയിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോകും. അന്നേ ദിവസം ഓരോ ആളുകൾക്കും അവരുടേതായ പണികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വിവസ്ത്രരായതുകൊണ്ട് നമുക്ക് അവിടെ ആസ്വാദിക്കാനോ ആസ്വാദനം കണ്ടെത്താനോ സാധിക്കുകയില്ല. നാളെ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയാനകമാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞതുപോലെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അസീം. തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ ഭയാനകത അത് വളരെ കഠിനമായതാണ്. എന്താണ്? യൗമ തറൗനഹ കുല്ലു മുർളിഅത്തിൻ, അന്നേ ദിവസം മുലയൂട്ടുന്ന സ്ത്രീകൾ എന്തായി പോകുമെന്നാണ്? തന്റെ മുലയൂട്ടുന്ന കുട്ടികളെ പറ്റി അശ്രദ്ധയിലായി പോകും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾ എന്തായി പോകും? അവരുടെ ഗർഭം അത് ധരിക്കും, അതല്ലെങ്കിൽ അവർ പ്രസവിക്കും. വതറ അന്നാസ സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങളെ നിനക്ക് മത്ത് പിടിച്ച അവസ്ഥയിൽ കാണാൻ സാധിക്കും. പക്ഷെ അവർ കള്ളു കുടിച്ചത് കൊണ്ടോ ലഹരി ബാധിച്ച് കിടക്കുന്നതല്ല. വലാകിൻ അദാബ് അല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ അത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിന കഠോരമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ച കാര്യമാണ്. പറഞ്ഞു വന്ന കാര്യം എന്തെന്നാൽ, ദുനിയാവിലെ തുച്ഛമായ ജീവിതത്തിന് വേണ്ടി നമ്മളുടെ ഇഫ്ഫത്തും അതുപോലെ തന്നെ നമ്മളുടെ മറയും പിച്ചു ചീന്തിക്കൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി നിമിഷ നേരത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുത്തി വെക്കുന്നത് വലിയ ദുഃഖം മാത്രമായിരിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾ നിങ്ങളെ നോക്കി പലതും പറഞ്ഞാൽ ശരി, നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നീ ഈ രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ നിന്നെ ശ്രദ്ധിക്കും, നിന്നെ നല്ല രൂപത്തിൽ ആളുകൾ പരിഗണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ അള്ളാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആരാരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. ഈ പറഞ്ഞോനും ഉണ്ടാവില്ല, ഇത് ആസ്വദിച്ചോനും ഉണ്ടാവില്ല. വല്ലാഹി സുമ്മത്തല്ലാ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നാളെ അള്ളാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ അമലുകളും മാത്രമേ ഉണ്ടാവൂ. നമ്മളിത് മനസ്സിൽ കുറിച്ച് വെക്കേണ്ട വാക്കാണ്, അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തായാലും ഇവിടെ ജനിച്ച് വീണിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല. അള്ളാന്റെ മുമ്പിൽ നമ്മൾ ഓരോ ആളുകളും വന്ന് നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ, നീ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തില്ലേ, ഇന്ന കാര്യങ്ങൾ നീ ചെയ്തില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ആളുകളാണ് നമ്മൾ. മാത്രമല്ല, നിങ്ങളുടെ ആയുസ്സിനെ തൊലച്ചു കളഞ്ഞത് ഏത് വിഷയത്തിലാണ്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ തൊലച്ചു കളഞ്ഞത് ഏത് വിഷയത്തിലാണ്, നിങ്ങളുടെ ആയുസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തൊലച്ചു കളഞ്ഞത് ഏത് വിഷയത്തിലാണ്, ഇതിനൊക്കെ ചോദ്യം ചോദിക്കാനും ഉത്തരം നൽകാനും ഉണ്ട്. എന്ത് തയ്യാറാക്കി നമ്മൾ? അള്ളാന്റെ മുന്നിൽ ഉത്തരം കൊടുക്കാൻ നമ്മൾ എന്ത് തയ്യാറാക്കി വെച്ചു? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ സ്വർഗത്തിലേക്ക് എത്താനും അള്ളാന്റെ ദീനിനെ പിച്ച് ചീന്തിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ മുഖവിലക്കെടുക്കാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ നാളെ അള്ളാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഒരാളും വന്ന് നമ്മളുടെ ഖബറിൽ കിടക്കൂല. നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയൂല. നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അമൽ ചെയ്യുക തന്നെ വേണം. ഒരാളുണ്ടല്ലോ ഇവിടെ നോക്കി ആയത്ത്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ആയത്തിൽ എന്താ പറയുന്നത്? യൗമ യഫിറുൽ മർഉ മിൻ അഖിഹി വ ഉമ്മിഹി വ അബി വ സാഹിബതി വ ബനി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ ദുനിയാവിൽ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പറ്റി പറഞ്ഞത്, ഏത് പ്രയാസഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആളുകളാണ് ഇവർ. പക്ഷെ ഇവരാരും നാളെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ആര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും, ആര് നമ്മളെ കീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീർത്തിയോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാലും അള്ളാഹും റസൂലും പറഞ്ഞ കാര്യത്തിനെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ജനങ്ങളുടെ വെറുപ്പ് നമുക്ക് ഉണ്ടാവുന്നതാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അള്ളാഹുന്റെ റസൂലിന്റെയും പ്രീതിക്ക് വേണ്ടി ജനങ്ങളുടെ കോപം നമ്മൾ വാങ്ങിയാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹം ലഭിക്കും, യാതൊരു സംശയമില്ല. അവർ നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞാലും അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. എന്നിരുന്നാലും അവൻ നല്ലൊരുത്തനായിരുന്നു, അള്ളാഹിനെ സൂക്ഷിച്ചവനായിരുന്നു എന്ന് അവർ പറയും. അവർ പറയാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കരുത്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഞാൻ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം നമ്മളെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അഥവാ മുഖം മറച്ച് നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ എന്താണ്, പ്രാചീന കാലത്തെ ആളുകൾ എന്താണ്, ഇത്ര നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആള്, അവർ പരിഹസിച്ചോട്ടെ, യാതൊരു കുഴപ്പമില്ല. നാളെ നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ആളുകൾ എത്ര ഒറ്റപ്പെടുത്തിയാലും ശരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്ക് നമ്മൾ ആലോചിച്ചാൽ മതി. അഥവാ ആളുകൾ ഒറ്റപ്പെടുത്തിയാലും അള്ളാഹുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ആരും ഒറ്റപ്പെടുത്തിയാലും നമുക്കൊരു പ്രയാസം ഉണ്ടാക്കൂല. അള്ളാഹായിട്ട് ഒഴിഞ്ഞിരിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തണം. നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയണം. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം,
ആളുകൾക്ക് ദീൻ അത് മടുത്തു തുടങ്ങിയതുപോലെയാണ് പല ആളുകൾ പ്രവർത്തി ദീന് അത് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു മട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഇത് ഭർത്താവിന്റെ കാര്യത്തിലായാലും എന്ത് ചെയ്യണം, അവർക്കും ഹയാ ഉണ്ടാകണം. അവരുടെ വസ്ത്രധാരണമായാലും എന്താണ്, ഇസ്ലാമിന് യോജിച്ച രൂപത്തിലായിരിക്കണം. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം 28ാമത്തെ അടിസ്ഥാനമായി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 29ാമത്തെ കൂടി വായിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അൽ-അസ്ലു അത്താസിഉ വൽ-ഇശ്റൂൻ, 29ാമത്തെ അടിസ്ഥാനം അൽ ഇസ്തിഅദാദു വശൗഖ് ഇലൽ ലിഖാ. എന്താണ്? പരസ്പരം കണ്ടുമുട്ടാൻ, ഭാര്യ ആയാലും ഭർത്താവായാലും പരസ്പരം കണ്ടുമുട്ടാൻ എന്തുണ്ടാകണം, അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടാകണം. കാരണം നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണെന്ത്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണ്ടുമുട്ടാന്നുള്ളത്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ, ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാരെ കാണുക എന്നുള്ളതും, അതുപോലെ തന്നെ അവരോട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മോടി കൂട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമാക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇനി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അവർ വലിയ യാത്ര ഒക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നമ്മുടെ വീട് അണിയിച്ചൊരുക്കുക, വീട് നല്ല രൂപത്തിൽ അലങ്കരിക്കുക എന്നതൊക്കെ എന്താണ്, സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അണിയിച്ചൊരുക്കാറുണ്ട്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു, ഒരു മാസത്തോളം ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഓരോ ദിവസവും എണ്ണാറുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, ഇനി ഇത്ര ദിവസമാണുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 29 തന്നെ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, അല്ലേ അള്ളാഹുവിന്റെ റസൂലേ, ഇന്നക അഖ്സംത അല്ലാ തദ്ഖുല അലൈനാ ശഹറാ വഇന്നാ അസ്ബഹ്നാ ല29 ലൈല അഉദ്ദുഹാ അദ്ദാ. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു മാസം ഞാൻ വീട്ടിലേക്ക് വരില്ല, പക്ഷേ 29 ഉള്ളൂ, ഞാനത് എണ്ണുന്നുണ്ട്. പക്ഷെ റസൂൽ നിങ്ങൾ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ശഹ്റു 29 വകാന ദാലിക അശ്ശഹ്റു 29, ഈ മാസം 29 ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്താണ് മഹല്ലു ഷാഹിദ്, എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാണ്, ഇവിടെ എണ്ണി കാത്തിരിക്കാണ് എപ്പോഴാണ് വരിക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഭർത്താവാണ് പൊതുവെ പുറത്തേക്ക് പോകാറുള്ളതല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വിദേശത്തായാലും മറ്റുമായാലും എന്താണ്, അവർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ സുബ്ഹാനല്ലാഹ് അവരുടെ എന്താണ് പണിയും മറ്റും കഴിഞ്ഞ ആ കോലത്തിൽ തന്നെ എന്തുണ്ടാവും, ഭർത്താവിനെ വരവേൽക്കും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മൾ അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് വേണ്ടി എന്ത് ചെയ്യണം, അണിഞ്ഞൊരുങ്ങണം. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാബ് പ്രത്യേകം വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒരു യാത്രയ്ക്ക് കഴിഞ്ഞു വരുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഉത്സാഹം കാണിക്കുക എന്നുള്ളത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനെ നല്ല രൂപത്തിൽ മനോഹരമാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞു വരുമ്പോൾ വഖദ് സതർതു അലാ ബാബിൻ ദുർനൂകൻ ഫീഹിൽ ഖൈലു ദവാത്തുൽ അജ്നിഹ ഫഅമറനി ഫനസഅതുഹു. റസൂൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ല മറയൊക്കെ അഥവാ കർട്ടൻ അതൊക്കെ വെച്ചുകൊണ്ട് വീട് അലങ്കരിച്ചു. പക്ഷെ ആ കർട്ടന്റെ മേലയിൽ ഒരു കുതിരന്റെ ചിത്രം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് എടുത്തു മാറ്റാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചു, ഞാനത് എടുത്തു മാറ്റി. അലാ കുല്ലി ഹാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ ചുരുങ്ങിയത് നമ്മളെ ആ റൂമെങ്കിലും എന്ത് ചെയ്യണം, വൃത്തിയാക്കി വെക്കണം. പ്രത്യേകിച്ച് അവർ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ രാത്രി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അവർ മനസമാധാനത്തോടൊന്ന് കടന്ന് ഉറങ്ങാൻ എന്ത് ചെയ്യും, ആഗ്രഹിക്കും. ആ സമയത്ത് നമ്മളെ വീട് എന്ത് ചെയ്യുക, വൃത്തിയാക്കി വെക്കുക. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ് അത്തഹൂറു ഷത്റുൽ ഈമാൻ, വൃത്തി എന്നുള്ളത് ഈമാന്റെ പകുതിയാണ്. വീടെപ്പം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വൃത്തി ഈമാന്റെ പകുതിയാണ്, വൃത്തിയില്ലായ്മ എന്നുള്ളത് ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാത്റൂം എന്നുള്ളത് അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നുള്ളത് ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാരണം എന്താണ്, അവിടെയാണ് നമ്മളുടെ ആവശ്യകതകൾ കഴിച്ചു കൂട്ടുന്ന സ്ഥലം. അവിടെ മോശമായ കാര്യങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ
ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്. അതുപോലെ നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മളെ റൂമുകളും വീടുകളും ആക്കാൻ പാടില്ല. എന്തായാലും വൃത്തി ഉണ്ടായിരിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഏത് രൂപത്തിലാണ് അവൻ ജീവിക്കേണ്ടത് എന്നുള്ളത്. അതിനാൽ തന്നെ ആ വൃത്തി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. വസ്ത്രധാരണമായാലും അതുപോലെ തന്നെ അത്തറുകൾ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അത്തറുകൾ എന്ത് ചെയ്യുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത്തറുകൾ, നല്ല നല്ല അത്തറുകൾ വാങ്ങുക എന്നുള്ളത് നല്ല കാര്യമാണ്, ഉലമാക്കളൊക്കെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതിനുവേണ്ടി പൈസ കൂടുതലായി ചെലവാക്കാം എന്ന രൂപത്തിൽ വരെ ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇത് ഏതിലാണ് ഷെയർ ചെയ്യേണ്ടത്? വാട്സപ്പിലാണോ ഉദ്ദേശിക്കുന്നത്? വാട്സപ്പിലാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഭാഗം എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയക്കാം ഇൻഷാ അല്ലാഹ്. കാരണം ഈ കിതാബിൻ്റെ PDF ഇല്ല. ഇപ്പോൾ പല ആളുകളും PDF ചോദിച്ചിരുന്നു, അതിൻ്റെ എന്തില്ല, PDF ലഭ്യമല്ല. ഇൻഷാ അല്ലാഹ് വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യാം, എടുക്കുന്ന ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് 29ഓളം അടിസ്ഥാനം വായിച്ചു. ഇനിയും കുറച്ചും കൂടിയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ബാറക്കല്ലാഹു ഫീക്കും വഅമീൻ വഇയ്യാക്കും. വഹാദാ വല്ലാഹു തആല അലാ വഅലം. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.